9-ാം ഇടം, 3-ാം വീഴ്ച. യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ യേശു 3-ാമതും വീഴുന്നു. വീഴ്ചയുടെ ആഘാതം കുറച്ചുകൂടി ഭീകരമാകുന്നു. കാരണം അവൻ കാൽവരി മലമുകളിലേക്ക് അടുത്തടുത്ത് വരികയാണ്. ആ വീഴ്ചയ്ക്ക് വല്ലാത്തൊരു പ്രാധാന്യമുണ്ട്. എന്തെന്നാൽ ചരിത്രത്തിൽ ഇസ്രയേൽ ജനം മോശ മലമുകളിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. കാളക്കുട്ടിയെ, സ്വർണത്തിൻ്റെ കാളക്കുട്ടിയെ ആരാധിക്കുന്ന തൻ്റെ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട് കടന്നു വന്ന് അവരുടെ കൂടെയായിരുന്ന ദൈവം, കൂടാരം കെട്ടി വസിച്ച ദൈവം, അവരോടൊപ്പം അഗ്നിസ്തംഭമായി മേഘത്തൂണായി അവരോടൊപ്പം നടന്ന ദൈവം എന്നൊക്കെ മോശ പറഞ്ഞിട്ടും ഇവർക്ക് മനസ്സിലാകാതിരിക്കെ അഹ്റോന്റെ സഹായത്തോടുകൂടി കാളക്കുട്ടിയെ ആരാധിക്കുന്ന 3-ാമത്തെ വീഴ്ച, മനുഷ്യചരിത്രത്തിൻ്റെ 3-ാമത്തെ വീഴ്ച. ഈ പാപം, അതിൻ്റെ പരിഹാരമായി അവൻ 3-ാമതും വീഴുന്നു. ജീവിതത്തിൽ ദൈവത്തെക്കാൾ വലുതായി ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്ന അന്ധവിശ്വാസം നിറഞ്ഞ ഒരു ജനതയെ ദൈവം തൻ്റെ 3-ാമത്തെ വീഴ്ചയിലൂടെ സ്വന്തമാക്കുന്നു. ഇസ്രയേൽ ജനത്തിൻ്റെ വീഴ്ച മാത്രമല്ല, മനുഷ്യകുലത്തിൻ്റെ ഒക്കെയും ഇത്തരം വീഴ്ചകളിൽ ദൈവം കരം പിടിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാനായി ഈ മണ്ണിൽ കമഴ്ന്നു കിടന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ ആവശ്യമുള്ളപ്പോൾ മാത്രം നാം ദൈവത്തെ വിളിക്കുകയും യഹോവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവൻ കാളക്കുട്ടിയുടെ ചുറ്റും നടന്ന് തമ്പേറടിച്ച് പ്രാർത്ഥിക്കുന്ന രംഗത്തിലേക്ക് വഴിമാറുന്നു. കാര്യസാധ്യത്തിനായി മാത്രം ദൈവത്തെ തേടുന്ന, ഇനി അതിനുവേണ്ടി ദൈവമല്ലാത്തതിനെ തേടുന്ന, അതിനുവേണ്ടി വേണമെങ്കിൽ നരബലി നടത്താമെന്ന് പോലും കരുതുന്ന ഒരു കാലത്ത് അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ സ്വന്തമായുള്ള മനുഷ്യർ ഈ മണ്ണിലൂടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വീഴ്ചയെ ഒന്നോർക്കാം. ഈ 3-ാമത്തെ വീഴ്ച ഒരു ക്ഷണപത്രമാണ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഇടത്തിലേക്കുള്ള ക്ഷണപത്രം. ദൈവം നിന്റെ ജീവിതത്തെ എത്രമാത്രം ഗ്രസിച്ചിരിക്കുന്നു എന്ന് നീ ബോധ്യപ്പെടേണ്ട ഇടം. ദൈവമല്ലാത്തതെന്താണോ നിന്റെ ജീവിതത്തിലുള്ളത്, ദൈവത്തിന് പകരം വെക്കാമെന്ന് നീ കരുതുന്നത്, അത് പണമാകട്ടെ, പ്രശസ്തിയാകട്ടെ, അത് അധികാരമാകട്ടെ, എന്തു തന്നെയാവട്ടെ, അത് ആ വീഴ്ചയ്ക്ക് ദൈവം പരിഹാരമായി 3-ാമത്തെ വീഴ്ചയിൽ അവൻ നേടിയെടുക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അവൻ പ്രഖ്യാപിക്കുന്നു. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കാൻ, ഈ സബല യാത്രയിൽ നമ്മുടെ യാത്രയെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാൻ, ദൈവമല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക്, അത് അധികാരമാകട്ടെ, എന്തു തന്നെയാവട്ടെ, അത് ആ വീഴ്ചയ്ക്ക് ദൈവം പരിഹാരമായി 3-ാമത്തെ വീഴ്ചയിൽ അവൻ നേടിയെടുക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അവൻ പ്രഖ്യാപിക്കുന്നു. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കാൻ, ഈ സബല യാത്രയിൽ നമ്മുടെ യാത്രയെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാൻ, ദൈവമല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം.